സോഷ്യൽ മീഡിയ റിലേറ്റഡ് ചിലപ്പോൾ ഫേക്ക് ന്യൂസ് ആവാം എന്തും ആവാം. അപ്പോൾ അതുകൊണ്ടാണ് ജേർണലിസം അല്ലേ പഠിച്ചതെന്ന് ചോദിച്ചത്. ജേർണലിസം പഠിച്ച ഒരു വ്യക്തിക്ക് ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ അല്ലെ ന്യൂസസോ കാര്യങ്ങളോ ഫേക്ക് ന്യൂസൊക്കെ വരുമ്പോൾ ഹൗ ഡു യു ടേക്ക് ഇറ്റ്? ലൈക്ക് യു ടേക്ക് ഇറ്റ് ലൈക്ക് ഫൈൻ, ഞാനത് കെയർ ചെയ്യുന്നില്ല അങ്ങനെയാണോ? അതോ ചിലത് to do with how you take it. That is not about journalism at all. ജേർണലിസം പഠിച്ചത് കോളേജിൽ പോയി ക്ലാസ്സിലിരുന്ന് പഠിച്ചതാണ്. ദാറ്റ് ഈസ് വെരി ഡിഫറെൻറ്റ് ഫ്രം ദ ജേർണലിസം വിച്ച് ഇസ് ഹാപ്പനിങ് ടുഡേ. വാട്ട് വി ആർ ലേണിംഗ് അതൊന്നും അല്ല. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദിസ്. ഹൗ ഡു യു ഡീൽ വിത്ത് ഇറ്റ്? ഫേക്ക് ന്യൂസ് ഓഫ് കോഴ്സ് എനിക്ക് ഇനീഷ്യലി I look at it and I feel, ഇപ്പോൾ ചിലപ്പോൾ I feel the need to at least clarify. എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ, അല്ലെങ്കിൽ ഞാൻ ക്ലാരിഫിക്കേഷനും കൂടി ഞാൻ കൊടുക്കില്ല. I'll just say ഇത് ഗോസിപ്പാണ്, ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ന്യൂസ് എന്ന് പറയാൻ, അതിന് ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞാലും കൂടി I feel it's wrong. ബിക്കോസ് അത് ന്യൂസ് അല്ല, ഇറ്റ്സ് ഗോസിപ്പ്. പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു വീട്ടിൽ എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിച്ച് എല്ലാവരെ പറ്റിയും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കില്ലേ, അതാണിത്. It is just gossip. So it is so low. So ഇതിന് ഞാൻ പോയിട്ട് റെസ്പോണ്ട് ചെയ്യണോ? Or is it really my life? ഞാൻ ചെയ്യണത് ഇറ്റ്സ് വെരി പ്രൊഡക്റ്റീവ്. ഈവൻ ഞാൻ ഈ പറഞ്ഞ 5 ദിവസം എനിക്ക് കിട്ടിയ ഞാൻ റൂമിൽ ഇരിക്കണത് ഇറ്റ് ഈസ് പ്രൊഡക്റ്റീവ് ബിക്കോസ് ഇറ്റ് ഈസ് അബൌട്ട് റീചാർജിങ് മൈ ബാറ്ററി സോ ദാറ്റ് ഞാൻ തിരിച്ചും പോകുമ്പോൾ ഐ ക്യാൻ അഗൈൻ ഹാവ് എനർജി. സോ എവറിത്തിങ് ദാറ്റ് ഐ ഡു ഇസ് പ്രൊഡക്റ്റീവ്. ഞാനിങ്ങനെ സമയം വേസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ വേറെ ഒരാളെ പറ്റി സംസാരിക്കലും ഇതൊന്നും ഞാൻ ചെയ്യില്ല. സോ അത് കൺസ്യൂം ചെയ്യണ ആൾക്കാരും അത് കൊടുക്കണ ആൾക്കാരും കൺസ്യൂം ചെയ്യണ ആൾക്കാരും രണ്ടുപേരും ആർ ഔട്ട് ഓഫ് മൈ ലൈഫ്. സോ ഐ ഡോണ്ട് കെയർ. വൈ ഷുഡ് ദ റൈറ്റ് പീപ്പിൾ അവരത് ബിലീവ് ചെയ്യില്ല ഇസ് വാട്ട് ഐ ഫീൽ. അങ്ങനത്തെ ആൾക്കാർ എൻ്റെ കൂടെ വർക്ക് ചെയ്താൽ മതി, അങ്ങനത്തെ ആൾക്കാർ എന്നെ ഇഷ്ടപ്പെട്ടാൽ മതി, അങ്ങനത്തെ ആൾക്കാരെൻ്റെ ഫാനായാൽ മതി. ഇത് ഗോസിപ്പ് കൺസ്യൂം ചെയ്യുന്ന ആൾക്കാർ ആവശ്യമില്ല നമുക്ക്. അങ്ങനെയാണ് ഐ യൂസ് ടു തിങ്ക്. ബട്ട് ദെൻ സംടൈംസ് ഐ ഫീൽ ഒരു റീസെൻ്റ്ലി ഐ ഗേവ് വൺ കോൺഫർമേഷൻ ജസ്റ്റ് ടു സേ ഇറ്റ് ഈസ് നോട്ട് ട്രൂ. ഇറ്റ് വാസ് വെരി ഭയങ്കര ഒരു സീരിയസ് സബ്ജക്റ്റിനെ പറ്റിയായിരുന്നു. ഇറ്റ് വാസ് ദ ഗോസിപ്പ്. സോ ഐ ഹാഡ് ടു സേ ഓക്കെ ഇറ്റ്സ് നോട്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ദെൻ ഐ ലീവ് ഇറ്റ് ബിക്കോസ് നമ്മൾ ഒരുപാട് അതിൽ ഡ്വെൽ ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ പിന്നെ കാൺ ബി ഹാപ്പി. സോ അത് വൺസ് ഐ ഗിവ് ദാറ്റ് I cut it out. അതിനെ മറന്നു we move on. ഷെർഫ, എനിക്കൊരു ട്രോള് കണ്ടാണ്, പക്ഷെ അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ട്രോളാണ് അബൌട്ട് യു. ലൈക്ക് അതായത് അച്ഛനെ പോലെ തന്നെ ഒരു മകനെ കൊടുക്കുന്ന അമ്മ എന്ന് പറഞ്ഞ്, അതായത് ഇൻ യുവർ മൂവീസ് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മെർസലാണെങ്കിലും 24 ആണെങ്കിലും എൻ്റെ മകൻ എന്ന് പറയുന്നത് ആ ആക്ടർ തന്നെ ആയിട്ടാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ട്രോൾസ് കാണുമ്പോൾ വാട്ട് യു ഫീൽ ലൈക്ക്? ഞാൻ ഈ ട്രോൾസ് ഒന്നും ഞാൻ കാണാറില്ല. എനിക്ക് ഐ ഹാവ് ബെറ്റർ തിങ്സ് ടു ഡു ഇൻ ലൈഫ് ദാൻ ലുക്ക് അറ്റ് ദീസ് തിങ്സ്. ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല. ഐ ആം ഹാപ്പി പേഴ്സൺ ബിക്കോസ് ഓഫ് ദിസ്. അതുപോലെ മൾജി, എനിക്ക് തോന്നുന്നു ഇപ്പം റീസെന്റ് ഹിറ്റ് എന്നൊക്കെ പറയുന്ന പോലെ RDX ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നു ആ ടൈമിൽ മൂവിയുടെ റിലീസിന് മുമ്പാന്ന് തോന്നുന്നു നാസിനെ പറ്റി ഒരു കുറിപ്പിട്ടിട്ടുണ്ടായിരുന്നു മൾജി അല്ലേ? അത് ലൈക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ടിട്ട ഒരു കുറിപ്പായിരുന്നു. അപ്പോൾ ആഫ്റ്റർ റിലീസ് അത് എഴുതിയത് കറക്റ്റായി, ഹിറ്റായി. അത് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഐ മീൻ നാസിനെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു? നഹാസിനെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു അത് ഞാൻ ഫസ്റ്റ് ഡേ തന്നെ സിനിമ കണ്ടിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ദിസ് ഇസ് ഗോയിങ് ടു ബി എ ഫോർ എവർ ബ്ലോക്ക് ബസ്റ്റർ. അതേപോലെ ഞാൻ ഇതിനെ കുറിച്ച് പറയുന്നു ദിസ് ഇസ് എ മാസ്റ്റർ പീസ്. ഇതൊരു വർക്ക് ഓഫ് ആർട്ടാണ്. അത് എനിക്ക് RDX എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് എത്ര ഉറപ്പുണ്ടായിരുന്നു, ഭീഷ്മപർവ്വത്തിനെ കുറിച്ച് എത്ര. ഞാൻ 2-3 സിനിമകളെ ഞാൻ വർക്ക് ചെയ്ത 4-5 സിനിമകളെ കുറിച്ച് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് ഗോദ, ഒന്ന് ഭീഷ്മപർവ്വം, ഒന്ന് RDX. ഇത് എല്ലാത്തിലും മേലെ ദിസ് ഇസ് എ വർക്ക് ഓഫ് ആർട്ട്. ഇതൊരു വെറുതെ ഒരു സീരീസ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഹോട്ട്സ്റ്റാർ സ്പെഷ്യലായിട്ടോ വന്നു പോകുന്ന ഒരു പരിപാടി. ദിസ് ഇസ് എ വർക്ക് ഓഫ് ആർട്ട്. ഇത് വളരെ സൂക്ഷ്മമായി ഓരോ നിറങ്ങളെയും ഒരു പെയിന്റർ എങ്ങനെയാണോ ഒരു ഗ്രേറ്റ് ആർട്ടിസ്റ്റ് എങ്ങനെയാണോ ഒരു പെയിന്റിനെ ഓരോ സ്ഥലങ്ങളിൽ ആലോചനയോടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്, അതേപോലെ ആർട്ടിസ്റ്റുകളെയും ആക്ടേഴ്സിനെയും അവിടെ അകത്തിരിക്കുന്ന ഓരോ നിറങ്ങളെയും പ്ലേസ് ചെയ്യപ്പെട്ട ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അത് ഞങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ട്. അതിന് പെർഫെക്ഷൻ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല ബിക്കോസ് എപ്പോഴും സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെൻ്റ് ഉണ്ട്.
ആ വർക്ക് ഓഫ് ആർട്ട് എങ്ങനെ ജനം സ്വീകരിക്കും എന്ന് അറിയാനാണ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഒരു ഫോർ എവർ ബ്ലോക്ക് ബസ്റ്റർ ആണ് ഇത്. ദിസ് ഇസ് എ വർക്ക് ഓഫ് ആർട്ട്. ഇതൊരു മാസ്റ്റർ പീസ് ആണ്. കറക്റ്റ്, എന്റെ പേരും അത് തന്നെ വന്നല്ലോ, മാസ്റ്റർ പീസ്. എനിക്ക് സാധിക്കും, ഞാൻ ഓവർ ആക്ടിങ് അനിയമ്മയാണ്. പറഞ്ഞതൊക്കെ കറക്റ്റ് ആയിട്ടില്ല. പറഞ്ഞ പ്രചന പറഞ്ഞു വളരെ ചുരുക്കം മൂവികളെ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ 4 സിനിമയിലേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഏതെങ്കിലും പറഞ്ഞിട്ടുള്ളത് പറയാമോ? അപ്പൊ എന്തായാലും തീർച്ചയായിട്ടും ചെറിയ സന്തോഷം. എല്ലാവരും തൃപ്തിപ്പെടുത്തി ഒരു കാര്യം ചെയ്യാൻ പിന്നെ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ അറിഞ്ഞുകൂടാ. പക്ഷെ എനിവേ നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞല്ലോ ക്ലോസ് വെച്ച് സ്കോപ്പ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഡയറക്ടറിന്റെ കാഴ്ചപ്പാടിൽ അത് എത്ര വന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞങ്ങൾ പരമാവധി ഞങ്ങളുടെ ഫുള്ള് കൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് ഞങ്ങൾ ഫുള്ള് കൊടുത്തില്ല എന്ന് പറയൂല. അല്ല, ഞാനിത് കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ കണ്ടന്റുകളിൽ അങ്ങനെ കണ്ടിട്ടില്ല. ഒരു ഇത് വേറെ ഒരു പരിപാടി നമ്മളിത് കണ്ടിട്ടില്ല. അത് ആക്ച്വലി ശരിക്കും നമ്മൾ വെസ് ആൻഡേഴ്സണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വർക്കിൽ മാത്രം അത് കണ്ടിട്ടുള്ളൂ. ഇന്ത്യൻ കണ്ടന്റുകളിൽ ഞാൻ ഒരിക്കലും ഈ ഒരു മെത്തേഡിൽ ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല. ഒരു എൻറ്റയർലി ഡിഫറെന്റ് ഫാമിലി ജോണർ എന്ന് പറയാം. നിത്യ കണ്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു വർക്ക്? നിത്യ കണ്ടിട്ടില്ല. കണ്ടോ പ്ലേസ്ഡ് ആയി എന്നുള്ളത് ഭയങ്കര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പേടിയുള്ള കാര്യം വെസ് ആൻഡേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ശരിക്കും പേടിയുണ്ട്. കാരണം വെച്ചാൽ നമ്മളിത് വളരെ നോർമൽ ഒരു വെസ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന വലിയ സ്കെയിലും ഇഷ്ടപ്പെട്ട ഒരു ഫിലിം മേക്ക് യൂസ് ചെയ്യുന്ന തരത്തിലുള്ള ചില ടെക്നിക്കുകളും കളർ യൂസ് ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതല്ലാണ്ട് അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന തരത്തിലുള്ള ഒരു പ്രമേയമല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഇത് വളരെ റൂട്ടഡ് ആയിട്ട് എല്ലാവർക്കും ഗ്ലോബലി എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന ഈ പറഞ്ഞിട്ടുള്ള നേരത്തെ പറഞ്ഞ ജനറേഷൻസിന്റെ വ്യത്യാസവും കാര്യങ്ങളും വളരെ ബേസിക് ആയിട്ടുള്ള അത്തരം നമുക്ക് ഏതൊരു വീട്ടിലും സംഭവിക്കാവുന്ന പോലത്തെ ഒരു കാര്യം നമ്മൾ വേറൊരു രീതിയിൽ നരേറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് വെസ് ആൻഡേഴ്സൺ ഫിലിമും ഇതുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ ഞാൻ ഈ സൈഡ് വഴി ഇറങ്ങി അല്ല, അത് വെസ് ആൻഡേഴ്സൺ സിനിമകൾ കുറച്ചുകൂടി ഡാർക്ക് ഹ്യൂമർ ആണ്. നമ്മൾ കുറച്ചുകൂടി ഓപ്പൺ ആണെന്നുള്ളതാണ്. അല്ല, വെസ് ആൻഡേഴ്സൺ done lot of things. He does whatever the hell he wants. You know, he does short films, he does everything. So അങ്ങനെ നമ്മൾ പറയാൻ പറ്റില്ല. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they can create all the same. അവർക്ക് വേണ്ടതുപോലെ ചെയ്യാം. നമ്മുടെ ബഡ്ജറ്റിന്റെ ലിമിറ്റേഷൻ വെസ് ആൻഡേഴ്സൺ ഒരു സിമിട്രി പിടിക്കും. നമുക്ക് പക്ഷെ സിമിട്രി പിടിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഓൾറെഡി ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫ്ലാറ്റ് എടുക്കാൻ പറ്റുള്ളൂ. അത് പൊടിക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് വളരെ ലിമിറ്റേഷൻസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത് നോക്കുന്ന പുതിയൊരു കാര്യം ചെയ്ത് നോക്കുന്നതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്കുണ്ടായിരുന്നു. സോ വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് 25th അല്ലേ? ഇപ്പോൾ ഈ ഒരു സീരീസ് ആക്ച്വലി ഇപ്പം ഒരു സിനിമയാണെന്നുണ്ടെങ്കിൽ അത് ടോട്ടലി ഒരു 2.5 hours കാണുന്നു, അല്ലെങ്കിൽ 3 hours കാണുന്നു മാക്സിമം, എൻജോയ് ചെയ്യുന്നു. പക്ഷേ സീരീസ് ആക്ച്വലി 1 day കണ്ടു കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് ഡേ ഓൾസോ കാണണം. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ അതർ ഡേ കാണണമല്ലോ. ആ ഒരു അഡിക്ഷൻ പാർട്ട് തീർച്ചയായിട്ടും വരണമല്ലോ, ആ ഒരു സസ്പെൻസ് പരിപാടി. അത് എത്രത്തോളം ഇതിൽ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് അഡിക്റ്റഡ് എന്തായാലും. ബേസിക്കലി ഞാൻ പറഞ്ഞത് രണ്ട് മീഡിയമാണ്, നമ്മൾ രണ്ട് സ്പേസിലിരുന്നാണ് Correct. കാണുന്നത്. ബാക്കി പ്രോസസ്സുകളൊക്കെ നമ്മളിപ്പം സാധാരണ ഇപ്പോൾ ഒരു സിനിമ ചെയ്യുമ്പം ഒരു ഇന്റർവെൽ പഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം ബേസിക്കലി നമ്മൾ ഒരു ഇന്റർവെല്ലിന്റെ സമയത്ത് അതൊരു നിർണായകമായ സ്ഥലത്ത് കൊണ്ട് നിർത്തണം എന്ന് റൈറ്ററും ഡയറക്ടറും ഒക്കെ ആഗ്രഹിക്കും. 5 എപ്പിസോഡാണെങ്കിൽ അതിൻ്റെ 4 ഇന്റർവെല്ലുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുക. അതായത് തൊട്ടടുത്ത എപ്പിസോഡിലേക്ക് പോവാൻ നമ്മൾ പണ്ട് നമ്മുടെ പീരിയോഡിക്കൽ ഇതിലൊക്കെ വരുന്ന ഇതുപോലെയാണ്. ഒരു തുടരും വെക്കുമ്പോൾ നമുക്ക് അതിലേക്ക് അടുത്തതിലേക്ക് പോകാനുള്ള ആകാംക്ഷ ജനറേറ്റ് ചെയ്യാനുള്ള ശ്രമം റൈറ്ററുടെ ഭാഗത്തുനിന്നും പിന്നെ ഇതൊക്കെ അത് നാച്ചുറലി ഉണ്ടാവുന്ന കാര്യമാണ്. അതല്ലാണ്ട് മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. ഓക്കെ, അങ്ങനെ അഡിക്റ്റഡ് ആവട്ടെ.